അപ്പോൾ ഇന്നത്തെ വ്ളോഗിൽ ഒരു വെറൈറ്റി ഉണ്ട്. ഇന്ന് ഞാനല്ല ഇൻട്രോ പറയുന്നത്, ഇന്ന് വേറെ 2 ആൾക്കാരാണ്. അപ്പോൾ അവരെ കാണിക്കാം. Hello guys, welcome back to Being Julia. Para Sauda. Welcome back to Being Julia. അപ്പൊ ഇപ്പൊ നമ്മൾ എങ്ങോട്ടാ പോണേ? ഇപ്പൊ നമ്മൾ സ്പെഷ്യൽ ചെയ്യാൻ പോവാണ്. സ്പെഷ്യൽ ഇവർക്ക് അറിയില്ല. അവിടെ എത്തിയിട്ട് നമുക്കറിയില്ല. ഞങ്ങള് ബസ്സിൽ കയറിയിട്ട് ഞങ്ങളുടെ സ്ഥലത്ത് ഞങ്ങൾ ഇറങ്ങിട്ട് അവിടെ ചെന്നിട്ട് നോക്കിയാണ്. ഇപ്പൊ നമ്മുടെ ബസ് വരും. ബസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ഞങ്ങളുടെ വീടിന് തൊട്ട് മുന്നിൽ തന്നെയാണ് ബസ് സ്റ്റോപ്പ്. അപ്പൊ ഞങ്ങൾ ബസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. അപ്പൊ ബസ് വന്നിട്ട് കാണാം. നമ്മുടെ ബസ് വന്നു. 2 പേര് ബസ്സിൽ കയറാൻ പോവാണേ. കേറി സീറ്റ് കിട്ടി. പക്ഷെ ഒരാൾ ഭയങ്കര ഞങ്ങളോട് നിങ്ങളിരുന്നു, നിങ്ങളിരിക്കും, നിങ്ങൾ പിള്ളേരില്ലായിരുന്നു. ഒരാൾ നിൽക്കുകയാണ് ആത്മാർത്ഥമായി നിർഗുണമായ ചിതനെ കാണിക്കാൻ. അയ്യോ പാവം. അപ്പം ഞങ്ങൾ എത്തിയിട്ട് കാണിക്കാം. ഇതിൻ്റെ ഒരു അബദ്ധം നമുക്ക് പറ്റിയിരിക്കുകയാണ്. നമ്മൾ ജിതയായിരുന്നു ഇതിൻ്റെ എല്ലാ കോർഡിനേറ്റർ ജിതയായിരുന്നു. എന്നിട്ട് ഇപ്പോൾ ബസ് മാറി കയറിയിട്ട് വേറെ വഴിയായിട്ട് ഇപ്പോൾ സ്റ്റോപ്പിൽ വരാൻ പറയാം. അതെ, എപ്പോഴും ഇങ്ങനെ സാധാരണ ഞാനാണ് കൺട്രോളിങ് ചെയ്തപ്പോ തന്നെ അതിന്റെ ഐശ്വര്യം വന്നു. ഓക്കെ, അപ്പൊ ഇനി അടുത്ത് ഞങ്ങള് ഏതോ സ്റ്റോപ്പിൽ ഇറങ്ങാണ്. അടിപൊളിയായിരിക്കും. ഏതൊരു പാടമാണ്. അപ്പൊ അവിടെ എത്തിയിട്ട് നമുക്ക് കാണാം. What if I'm not good enough? Split personality. Sometimes sour, sometimes sweet. An M. Night Shyamalan story called Everything's Peachy. Can we just skip straight to the plot twist, please? സമയം കറക്റ്റ് ആയിരുന്നു. പക്ഷെ ബസ് നമ്പർ ചെറുതായിട്ടൊന്നും മാറിപ്പോയി. പിന്നെ അങ്ങോട്ടേക്ക് എത്താം. ക്രോസ് ചെയ്യാം. അവനവിടെ ചോപ്പായി. അപ്പൊ നമുക്ക് പച്ചയാവും. ഇപ്പൊ സമയം 9:30 പക്ഷേ ഞങ്ങൾ ജർമ്മനിയിലെ വെളിച്ചം കണ്ടോ? ഞങ്ങൾ ഉച്ച 4 മണി, ഒരു 6 മണി അല്ലേ? നാട്ടിലെ 6 മണി ഫീൽ. ഭംഗി പച്ചയായി പോവാം. ബസ്സിന് വേണ്ടിയുള്ള ഓട്ടത്തിലാണ്. ഇനി അവിടുന്ന് എത്ര മണിക്കാണ് ബസ്? ഡ്യൂട്ടി ഉള്ളവരെ ഇതൊക്കെ. ചേച്ചിക്ക് ഡ്യൂട്ടിയില്ല. വെക്കേഷൻ. ഇതേണ്ട പോകുന്നു. എനിക്ക് ക്യാമറ തിരിക്കാൻ പറ്റില്ല, അതുകൊണ്ട് ഞാൻ ഇങ്ങനെ കാണിക്കുന്നത്. ഇതിൻ്റെ ഒരു അവസ്ഥ. അതെ, വഴി നേരെയാക്കാൻ ജിതയ്ക്ക് വഴി ഞങ്ങളെ തെറ്റിച്ചോണ്ട് ജിതയ്ക്ക് നെഞ്ചുവേദന വരെ എടുക്കുന്നു. അയ്യോ, ഞങ്ങളെ മാത്രം നല്ല വണ്ടി. പിന്നെ ഇനി നമുക്ക് മറ്റേ വാർത്തക്ക് പോവാം. കഴിഞ്ഞ ആഴ്ച എന്നോട് പറഞ്ഞോണ്ടിരുന്ന നിനക്ക് ഐശ്വര്യ രാവിലെ നമുക്ക് ആദ്യം വരുന്ന ബസ്സിൽ പോവാം. എന്നിട്ട് എന്താ ഇതൊരു പൊട്ട സ്ഥലമാ കണ്ടല്ലോ. ഇതാണ് നോട്ടീസ് നോക്കിട്ട് വരാം. ഇനി നോട്ടീസ് നോക്കാൻ പോകാം. ഇതല്ല ജിത നമ്മളെ തന്നെ കാണിക്കണം. ഇതുപോലെ ഒരു ക്യാമറ എടുത്ത് കഴിയുമ്പോ അങ്ങനെയല്ല. ഞാൻ പറഞ്ഞിട്ട് തന്നെ അടി. We know accidents happen, but my love's on purpose. Reciprocate the feeling, find peace beneath the surface. Everything's peachy, everything's peachy. Split personality,
sometimes sour, sometimes sweet. An M. Night Shyamalan story called Everything's Peachy. Can we just skip straight to the plot twist, please? വീണ്ടും ബസ് കയറി ഒരു സ്റ്റോപ്പ് പോലും എത്തിയില്ല. അതിന്റെ ലാസ്റ്റ് സ്റ്റോപ്പായിരുന്നു ഈ ബസ്. ഞങ്ങളിപ്പോ കയറിയത് ലാസ്റ്റ് സ്റ്റോപ്പ്. ഞങ്ങൾ അടുത്ത സ്റ്റോപ്പിൽ ഇറങ്ങി. ഞങ്ങൾ എന്നിട്ട് ഇറങ്ങില്ല. അതിനകത്ത് ഒരു പാസഞ്ചർ ഇറങ്ങിപ്പോയി. പാസഞ്ചർ കയറി മക്കളെ ഈ ബസ് നിർത്തി. ഇത് ലാസ്റ്റ് സ്റ്റോപ്പാണ്. ആ പുള്ളിക്ക് സപ്പോർട്ടായിട്ട് ഡ്രൈവർ വരെ വന്ന് മക്കളെ കഴിഞ്ഞു കേട്ടോ. അടുത്ത ബസ്സിൽ കയറിപ്പോളും. അയ്യോ ചേട്ടാ നമ്മളവിടെ നിന്ന് പറഞ്ഞിരുന്നില്ലേ? അയ്യോ പോയി. അയ്യോ ഓടിപ്പോയി കിട്ടോ. അത് ഇങ്ങനത്തെ ആർക്കെങ്കിലും വേറെ ആർക്കെങ്കിലും ഇങ്ങനെയൊക്കെ വന്നിട്ടുണ്ടോ? പറയൂ പറയൂ. മതി ഓഫ് ചെയ്തോ. ഇനി ഓഫ് ചെയ്തിട്ടേ കാര്യമുള്ളൂ. ഇതൊക്കെ ഇടാൻ പറ്റുമോ എനിക്ക്? അടുത്ത വീഡിയോ അതെ ഇനി എല്ലാം തിരിച്ചു അവൾക്ക് വീഡിയോയുടെ മുന്നിൽ വരാനും പറ്റില്ല. എന്നാൽ വീഡിയോ എടുത്ത് അവൾക്ക് പോവണം. ഞങ്ങൾ ശരിക്കും നല്ല ഭംഗിയുള്ള ഒരു സ്ഥലത്തേക്ക് പോയായിരുന്നു. പക്ഷെ അവിടെ നമ്മൾ വീഡിയോ എടുക്കാൻ മറന്നുപോയി. അതുകൊണ്ട് ഇപ്പം ഞങ്ങളിപ്പോൾ ശരിക്കും സത്യം പറഞ്ഞാൽ ഒരു 3 ബസ് കയറിയുള്ളൂ. ഓരോ സ്റ്റോപ്പിൽ ഇറങ്ങും. എന്നിട്ടിപ്പോൾ തിരിച്ച് നടക്കുക. അല്ലാണ്ട് എവിടെയും ഞങ്ങൾ പോയിട്ടില്ല. ഏതോ ഒരു സ്ട്രാസയിൽ എത്തിയത് മാത്രം എനിക്കറിയാം. ഇവിടുത്തെ വഴി അറിയത്തില്ലാത്തോണ്ട് എന്താ പറയണ്ടെന്ന് അറിയില്ല. നിസ്സായ അവസ്ഥയിലാണ് ഡയാന ചേച്ചി. കാട് തന്നെ. പിന്നെ ഇതാരാന്ന് പറഞ്ഞു. ഇതാണ് ഡയാന മാത്യു. പേരാണോ? ആരാ ഈ ചേച്ചി? ഞങ്ങള് ക്യാമ്പിനെ പോകാൻ പരിചയപ്പെട്ടതാണ്. പിന്നെ ഞങ്ങൾ ഭയങ്കര ഫ്രണ്ട്സായി, കമ്പനിയായി. അങ്ങനെ ചേച്ചി ഞങ്ങളുടെ തന്നതാണ്. ഇതാണ് ജിത. വേൾഡ് ടൂർ. അതെ, ട്രാവലിംഗ് അറൗണ്ട് വേൾഡ് എന്ന് കഴിഞ്ഞ ബ്ലോഗിൽ പറഞ്ഞ ആളാണ് ഇത്. ജിത ആയോ നിനക്ക്? ഇപ്പൊ ഗ്രീനറി ടൂർ. അതെ, ഇപ്പോ കൊച്ചി എത്തി. നീ വലിയ ഹുഡിയാണല്ലോ ഇട്ടേക്കണം. എന്നിട്ട് നിനക്ക് തണക്കണം. ആ ടീഷർട്ട് ഇട്ടോ ഇറങ്ങിയ മാമനെ കണ്ട ജിത. അങ്ങനെ ഞങ്ങളിപ്പോൾ 4-5 ബസ്സായി. ഇപ്പം ഞങ്ങൾ വീണ്ടും തിരിച്ച് ഞങ്ങളുടെ വീടിൻ്റെ അങ്ങോട്ട് പോയിട്ട് അവിടെ നിന്ന് വേറെ ബസ് കയറിയിട്ടുള്ള പ്ലാനുകളാണ്. അൺഫോർച്ചുനേറ്റ്ലി നമ്മുടെ ബസ് നമ്പർ തെറ്റിയത് കൊണ്ട് ടോട്ടൽ പ്ലാൻ തെറ്റി. എന്നാലും നമ്മളിത് ഇങ്ങനെ ഒരു സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം നമ്മൾ പിന്നെയും ടൂറിസം പ്ലാറ്റ്സിലെത്തിയിട്ട് നമ്മളിപ്പം അടുത്ത ബാൻ ഓഫിലേക്കുള്ള ബസ്സിൽ പോകാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ്. അപ്പം ഇത്ര നേരം ജൂലിയാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. അപ്പം ജൂലിക്ക് ഒരു പരാതി, എൻ്റെ വോയിസ് ഈ വ്ളോഗിൽ വീണത്. സോ ഞാൻ കുറച്ച് ശരിക്കുള്ള കാര്യം അതൊന്നും അല്ല. ജിതയ്ക്ക് പവർ വന്നു. ഇല്ല, എൻ്റെ പവർ പോയി. ബിക്കോസ് എനിക്ക് ഫീലായി. എന്നുവെച്ചാൽ നമ്മുടെ ഡെസ്റ്റിനേഷൻ തെറ്റി. ഡെസ്റ്റിനേഷൻ ഉണ്ടായിരുന്നില്ല, അതായിരുന്നു പ്രശ്നം. അപ്പം ഇനി നമുക്ക് വാൻ ഓഫ് എത്തിയിട്ട് കാണാം. അതെ, ഞങ്ങളിപ്പോൾ ഈ ബസ്സിൽ കിടന്ന് ഉറങ്ങേണ്ട അവസ്ഥയായി. ഞങ്ങൾ 9 മണിക്ക് ഇറങ്ങിയതാണ്. പക്ഷെ ഇപ്പം 10:45 നമ്മൾ വിചാരിച്ച പോലെ ഒന്നും നടന്നില്ല. അപ്പോൾ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോകാമെന്ന് വെച്ചാലും ഇപ്പോഴും നമ്മൾ എത്തില്ല. നമ്മളിപ്പോൾ ഡിസൈഡ് ചെയ്ത് വീട്ടിലേക്ക് പോകാമെന്ന്. പക്ഷേ ഇനി നമുക്ക് വീട്ടിലേക്ക് 1 മണിക്കൂർ പിടിക്കും. ഈ ബസ് തന്നെയാണ് നമ്മൾ തിരിച്ചു പോകാൻ പോകുന്നത്. ഈ ബസ്സിൻ്റെ ലാസ്റ്റ് സ്റ്റോപ്പാണ്. നമ്മളിനി ഈ ബസ്സിൽ തന്നെ സ്ഥലത്തെത്തും. ആ സ്ഥലത്തെത്തുമ്പോൾ നമ്മുടെ ഡ്രൈവർ കുറച്ച് റെസ്റ്റ് എടുക്കും. റെസ്റ്റ് എടുത്തിട്ട് തിരിച്ച് ഈ ബസ്സിലാണ് പോകുമ്പോൾ നമ്മൾ ഈ ബസ്സിൽ വീട്ടിൽ പോകും. ഈ ബസ്സിൽ ഇപ്പോൾ ആരുമില്ല. ജിത ജൂലിയുണ്ട്. ഞങ്ങളിപ്പോൾ ഒരു റെയിൽവേ സ്റ്റേഷനിലെത്തി. പക്ഷേ ഈ റെയിൽവേ സ്റ്റേഷനിൽ വണ്ടി വരില്ല. റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ വരും. പക്ഷേ ഇപ്പൊ വരില്ല. ഞങ്ങളുടെ ഭാഗ്യത്തിന്റെ അവിടെ വരില്ല. അവിടെ റോഡ് പണി നടക്കുക. റെയിൽ പണി അവിടെ കണ്ട ലൈറ്റ് കാണുന്ന റെയിൽ പണി നടക്കുക. അപ്പോൾ ഇനി ഞങ്ങൾ വന്ന ബസ്സിൽ തന്നെ തിരിച്ചു പോകണം.
എല്ലാവർക്കും വിശക്കുന്നുണ്ട്, ഉറക്കം വരുന്നുണ്ട്. ഞാനിടും. എന്തായാലും ഇറങ്ങിയതാ, ഞങ്ങൾ വിട്ടുകൊടുക്കൂല. എന്തായാലും ഇഞ്ചി ഇഞ്ചിയായി ഇപ്പൊ തട്ടിമുട്ടിയും കാണുക. എന്നെ അപമാനിക്കുന്നു ഞങ്ങൾ വന്ന ബസ്സിൽ തന്നെ ഞങ്ങൾ തിരിച്ചു. അപ്പൊ ഞങ്ങളുടെ ബസ് ഇപ്പൊ റെസ്റ്റിംഗില്ല. ഞങ്ങൾക്ക് വേണ്ടി പ്രൈവറ്റ് ബസ് ആൻഡ് പ്രൈവറ്റ് ഡ്രൈവർക്ക്. ഇനി നമുക്ക് നമ്മുടെ ബസ്സിലേക്ക് പോവാം. നമ്മൾ വന്ന ബസ്സിൽ നമ്മൾ തിരിച്ചു പോകാൻ പോവുകയാണ്. കണ്ടോ ഗൈസ്, ഞാൻ പച്ചപ്പ് മാറി സിറ്റി കാണാൻ വന്നിട്ട് ലാസ്റ്റ് ഇരുട്ട് കാണേണ്ട അവസ്ഥ. ഇരുട്ടല്ല, വീട്ടിൽ ഞങ്ങൾ പച്ചപ്പ് മാറി ഇരുട്ടായി. ഞങ്ങളുടെ ബാക്കിലുണ്ടോ ബസ്, ഇതിനാണ് ഞങ്ങൾ പോകാം. ഇരുട്ട് കാണണേ അവിടെ ഇരുന്നാ മതി. ഞങ്ങൾ ഇൻട്രോ എടുത്ത് അവിടെ തന്നെ ഞങ്ങൾ കാണും. വീണ്ടും എത്തിയിട്ട് ഞങ്ങൾ എൻഡ് ചെയ്യുന്നതായിരിക്കും. അതെ, ഇത്രയൊക്കെ ഞങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റും. അതെ, ലാസ്റ്റ് ഞങ്ങളുടെ വണ്ടി വന്നടാ, ഞങ്ങളുടെ വണ്ടി വന്നു. വ്ലോഗുകാരി നടക്കുന്നു. നമ്മൾ വരും. ഞങ്ങളുടെ ഈ ബസ്സിന്റെ ഏറ്റവും അവസാനത്തെ സീറ്റിൽ കയറിയിരുന്നു ഉറങ്ങാൻ വേണ്ടി. ഉറക്കം അങ്ങനെ ഞങ്ങൾ സ്റ്റോപ്പിലെത്തി ഞങ്ങൾ ഇറക്കും. ഇനി അവിടെ ചെന്ന് കാണാം. അതെ, ഇനി ഞങ്ങള് വീട്ടിലെത്തി ഞങ്ങൾ ഈ വ്ലോഗ് ഇടുന്നതായിരിക്കും. വീട്ടിലെത്തി ഞങ്ങൾ പിസ്സ തിന്നും. അതെ, പിസ്സ തിന്നും. അത് കാണിക്കാം. അപ്പൊ ഞങ്ങൾ ഞങ്ങളുടെ തുടങ്ങിയെടുത്തു തന്നെ അവസാനിപ്പിക്കുകയാണ്. ഇനി വെള്ളം കഴിക്കാൻ പിസ്സ ഉണ്ടല്ലേ? അടിയിൽ കിടക്കുന്നു. ഡ്രസ്സാക്കി ഇത് നമ്മൾ ഉണ്ടാക്കിയ പിസ്സ, അതുകൊണ്ടാണ് ഇങ്ങനെ ഷേപ്പ്. അതെ, ഞങ്ങൾ ഉണ്ടാക്കിയതാണിത്. ഇടും. ഇപ്പൊ പിസ്സ കഴിക്കുമ്പോഴാണ് ഇത് വീഡിയോ ഇടും. ഇത് കഴിക്കുകയാണ്. അപ്പൊ ഇത്രയൊക്കെ ഉള്ളൂ. ഇനി ഞങ്ങൾ കഴിച്ചിട്ട് കിടന്നുറങ്ങും. അപ്പൊ ബൈ പറഞ്ഞതാ. ബൈ. അപ്പൊ എല്ലാവർക്കും ബൈ. നെക്സ്റ്റ്